ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഞാൻ 2 വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്താൽ മാത്രമേ നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ ഉടച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്, അത് നിർബന്ധമാണ്. കാരണം എന്നാലേ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള ഒന്ന് നുറുക്കി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ആലു പൊറോട്ട ഉണ്ടാക്കില്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണ്. പക്ഷെ കുറച്ചുകൂടി ഈസിയാണ് നമുക്കിത് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മതിയാവില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ ആട്ടപ്പൊടിയുടെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നനവ് കൂടുതലാണ്, നമുക്ക് ചപ്പാത്തീൻ്റെ മാവ് പോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഏകദേശം 1.5 കപ്പ് ഗോതമ്പ് പൊടി വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ അധികം നനവില്ലാതെ ഒന്ന് കുഴച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതിനകത്ത് നിന്ന് സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതേപോലെ എടുത്താൽ മതി. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊന്നും ഉള്ളിലേക്ക് സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്ത് പരത്താണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇനി പരത്തിയെടുക്കാനായിട്ട് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് കൂടുതൽ പൊടിയിട്ടിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പൊടിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രസ് ചെയ്ത് പരത്താതെ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് പരത്തിയതിന് ശേഷം ഞാനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും റൗണ്ടായിട്ടുള്ളൊരു പാത്രം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കാണാൻ വെന്ത് വരുന്ന സമയത്ത് എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. നമുക്ക് ചുമ്മാ ഒരു കട്ടൻ ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കറിയൊന്നും ശരിക്കും ആവശ്യമില്ല. നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് കുറച്ച് പരത്താതെ കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി എളുപ്പമാവുക നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു തവ വെച്ചിട്ട് അതിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇത് ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് അതുപോലെയും ചെയ്യാം. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നെയ്യുടെ ഒക്കെ ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ടൊന്ന് നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1-2 തവണ തിരിച്ചിടുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. അത്രയും മതി. ഒരുപാട് നേരം നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് 2 സൈഡും നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരും കേട്ടോ സൈഡൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.